ആധുനിക വിദ്യാഭ്യാസം പുതിയ തലമുറയെ എവിടേക്ക് എത്തിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ ഒരു ചടങ്ങ് സവിശേഷമായി തന്നെ ഇന്ത്യ ടുഡേ 2025 ജനുവരി 19 പബ്ലിഷ് ചെയ്തിരുന്നു. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ പരീക്ഷയ്ക്ക് ജയിക്കാൻ വേണ്ടി കുട്ടികൾ ചെയ്യുന്ന ഒരു ആചാരം എന്താണ്? പരീക്ഷയുടെ തലേന്ന് പൂർണ്ണ നഗ്നരായി യൂണിവേഴ്സിറ്റിയുടെ ചുറ്റും വലയം വെക്കും. പാതിരാത്രികളിൽ പുൽമേടുകളിൽ അവർ പൂർണ്ണ നഗ്നരായി ശാരീരികമായ വൈകൃതങ്ങളിൽ അവർ ഏർപ്പെടും. ഒടുവിൽ ആ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയ ജോൺ ഹാവാർഡിന്റെ പ്രതിമയ്ക്ക് മുമ്പിൽ മൂത്രമൊഴിച്ചുകൊണ്ടാണ് ചടങ്ങ് അവസാനിക്കുക. അവിടെയുള്ള ഒരു അന്ധവിശ്വാസം എന്താണ്? ഇങ്ങനെ ഒരു കർമ്മം ചെയ്താൽ, പരീക്ഷയുടെ തലേന്ന് രാത്രിയിൽ ഇത്തരം ചില വൈകൃതങ്ങളിൽ ഏർപ്പെട്ടാൽ പരീക്ഷയിൽ ജയിക്കുമെന്ന അന്ധവിശ്വാസത്തിൽ ആധുനികതയുടെ പെരുമ്പറയടിക്കുന്ന പുതിയ കാലത്തും ഇങ്ങനെ ഒരു ജനത ലോകത്തെ ഏറ്റവും ശ്രദ്ധേയമായ സർവകലാശാലകളിൽ ഒന്നിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇത്തരം വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തു വരുന്ന ആളുകൾ എന്തായിരിക്കും ലോകത്തിന് സമ്മാനിക്കുക? 2025 ദ വേൾഡ് എക്കണോമിക് ഫോറം സ്വിറ്റ്സർലൻഡിൽ നടത്തിയ ഒരു സമ്മേളനമുണ്ടായിരുന്നു. അവരുടെ മുമ്പിലുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം എന്തായിരുന്നു? ആഗോള താപനം ഒരു വിഷയമായിരുന്നു, സാമ്പത്തിക സന്തുലിതാവസ്ഥ ഒരു വിഷയമായിരുന്നു. ഇന്ന് ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ലോകത്തെ ഏറ്റവും എലൈറ്റ് ടീമായ എക്കണോമിസ്റ്റുകൾ സ്വിറ്റ്സർലൻഡിലെ ഡാവോസ് സിറ്റിയിൽ അവർ ഒരുമിച്ച് കൂടിയിട്ട് ആ പ്രോഗ്രാമിന്റെ പിറ്റേന്ന് അല്ലെങ്കിൽ അടുത്ത ദിവസം പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു അവിടുത്തെ ഓരോ ചെലവുകളും. അതിൽ ഏറ്റവും പ്രധാനമായി ഉദ്ധരിച്ചത് 10 കോടി രൂപ വിനിയോഗിച്ചത് ആ കോൺഫറൻസിൽ പങ്കെടുക്കാൻ വേണ്ടി വന്ന ആളുകൾക്ക് ആവശ്യമായ വേശ്യകളെ തരപ്പെടുത്താൻ വേണ്ടിയായിരുന്നു എന്ന് ഹിന്ദുസ്ഥാൻ ടൈംസ് അടക്കമുള്ള പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ, പുതിയ വിദ്യാഭ്യാസത്തിന്റെ ലോകം സാംസ്കാരികമായി എവിടേക്ക് സഞ്ചരിക്കുന്നു എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. ഇത്തരം ഒരു ഭൂമികയിൽ നിന്നുകൊണ്ടാണ് മനുഷ്യരെ നിങ്ങൾ മനുഷ്യരാവണമെന്ന് വിളിച്ചു പറയുന്നത്. നമ്മുടെ വിദ്യാസമൂഹം അതിന്റെ അടിയിൽ പറയുന്നുണ്ട്, കഴിഞ്ഞ കോൺഫറൻസിനേക്കാൾ ഇരട്ടി ചെലവാണ് ഈ മേഖലയിൽ ഇത്തരം ഒരു കോൺഫറൻസിന് ആവശ്യമായി വന്നത്. സ്ത്രീകളെയും പുരുഷന്മാരെയും സ്പെഷ്യൽ ജെൻഡറുകളെയും എല്ലാം ഈ ആവശ്യത്തിനു വേണ്ടി കോൺഫറൻസിന്റെ അനുബന്ധമായി സംഘടിപ്പിച്ചിരുന്നു എന്ന് പറയുമ്പോൾ, ഇത്തരം സംസ്കാരങ്ങളിലേക്ക് കടന്നു പോകുന്ന പുതിയ ആസ്വാദന വിനോദ വിദ്യാലയങ്ങൾ മനുഷ്യനെ മനുഷ്യനാക്കി പാകപ്പെടുത്താൻ പറ്റുമോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇവിടെയാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദിച്ചു വന്ന അറേബ്യയിലെ സംസ്കാരത്തിന്റെ നടുവിൽ ധാർമ്മികതയുടെ വഴി പ്രായോഗികമായി കാണിച്ചു കൊടുക്കുകയും ഒരു മനുഷ്യ സഞ്ചയത്തെ മുഴുവനും അന്ത്യനാൾ വരെ പ്രശംസിക്കാവുന്ന വിധത്തിലേക്ക് സമുദ്ധരിക്കുകയും ചെയ്തത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറേബ്യയിൽ ഇസ്ലാമിക ആശയത്തിന്റെ പ്രഖ്യാപനം നടത്തിയപ്പോൾ വിയോജിപ്പും വിരോധവും ഉണ്ടായ ആളുകൾ മുഴുവനും ആശയപരമായ വിയോജിപ്പ് മാത്രമായിരുന്നില്ല, സാംസ്കാരികമായ ചില വിയോജിപ്പുകൾ കൂടി ഉണ്ടായിരുന്നു. പ്രധാനമായും മനുഷ്യനെ മനുഷ്യൻ തന്നെ അടിമയാക്കി വെക്കുകയും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ആ സമൂഹത്തിലെ സംസ്കാരമായി നിലനിൽക്കുകയും ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ മനുഷ്യനും മനുഷ്യനാണെന്നും കറുത്തവനും വെളുത്തവനും എന്ന നിറഭേദം, കളർ ഡിസ്ക്രിമിനേഷൻ ഉണ്ടാകാൻ പാടില്ല എന്ന് വിളിച്ചു പറയുക മാത്രമല്ല, വ്യത്യസ്ത നിറത്തിലും വ്യത്യസ്ത ഭാവത്തിലും വ്യത്യസ്ത രാജ്യത്തും വ്യത്യസ്ത സമൂഹഘടനയിലും ഉണ്ടായിരുന്നവരെ ഒരുമിച്ചിരുത്തി ഒരേ തളികയിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ഒരേ പായയിൽ കിടന്നുറങ്ങി ഒരുമിച്ചിരുന്നു കൊണ്ട് സംവദിക്കുന്ന സാമൂഹിക ഘടനയെ രൂപപ്പെടുത്തിയപ്പോൾ അന്നത്തെ കുത്തക ശക്തികൾക്ക് അത് പിടിച്ചിരുന്നില്ല. എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധനത്തിന്റെ ആദ്യ നാളുകളിൽ വിമർശിക്കപ്പെട്ടു എന്ന ചരിത്രപരമായ പഠനങ്ങൾ നടത്തുമ്പോൾ അതിൽ പ്രധാനമായ ഒരു കാരണം, മനുഷ്യനെ നാൽക്കാലികളെ പോലെ കമ്പോളത്തിൽ വിറ്റിരുന്ന ഒരു ജനതയോട് അവനും മനുഷ്യനാണ്, നിന്നെപ്പോലെ അടിസ്ഥാന മൗലിക മൂല്യങ്ങൾ അവനുമുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞതിന്റെ പേരിലായിരുന്നു. ഇതുപോലെ സ്ത്രീകളെ ദുരുപയോഗം ചെയ്യുന്ന ഒരു ജനതയിൽ ഒരു ഭാഗത്ത് ജന്മന അവർ അപശബ്ദരാണെന്ന് പറഞ്ഞുകൊണ്ട് കുഴിച്ചു മൂടുകയാണ്, മറുഭാഗത്ത് അവർ ഭോഗവസ്തുക്കളായി മാത്രം അവതരിപ്പിക്കപ്പെടുകയാണ്. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ത്രീകൾക്ക് ജന്മാവകാശവും ജീവാവകാശവും സ്വത്തവകാശവും എന്നല്ല, ഏറ്റവും ആദരിക്കപ്പെടുന്നവരാണെന്ന
അവരുടെ മാതൃത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും അതുപോലെ ഇണയായി ജീവിക്കുന്നതിന്റെ മൂല്യവും എല്ലാം പഠിപ്പിച്ചു കൊടുത്തപ്പോൾ അധാർമികതയുടെ അരങ്ങുകളിലേക്ക് ചെന്ന് ധാർമ്മികതയുടെ വെളിച്ചം അടയാളപ്പെടുത്തി എല്ലാ മനുഷ്യരെയും മാനുഷികമായ മൂല്യത്തിന്റെ മേഖലയിലേക്ക് ചേർത്തു പിടിച്ചപ്പോഴാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 23 വർഷത്തെ പ്രവർത്തനം കൊണ്ട് 23 രാഷ്ട്രീയ സാമ്രാജ്യത്തെയും ഒരാത്മീയ സാമ്രാജ്യത്തെയും യാന്ത്രികമായി ചലിപ്പിക്കുകയും 200 കോടി ആളുകളിൽ അടിസ്ഥാനപരമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നോട്ട് വെച്ച ഒരു വിശ്വാസധാരയും ലോകത്തുള്ള എല്ലാ മേഖലകളിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റഹ്മത്തുൽ ആലമീൻ പ്രപഞ്ചത്തിന്റെ മുഴുവനും കരുണയായി അനുഭവിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് പുതിയ കാലത്ത് വിളിച്ചു പറയാനുള്ള ഏറ്റവും വലിയ മുദ്രാവാക്യം, അല്ലയോ മനുഷ്യരെ, നമ്മൾ മനുഷ്യരാവുക. ഒരു മനുഷ്യനെ തീർത്തും സാംസ്കാരികവും ധാർമ്മികവുമായി മികച്ച പൗരനാക്കാൻ വേണ്ടിയാണ് നമ്മൾ വിദ്യാഭ്യാസ മേഖലയിലേക്ക്, വിജ്ഞാന മേഖലയിലേക്ക് വിദ്യാർത്ഥികളെ അയക്കുന്നത്. എന്നാൽ പുതിയ വിദ്യാഭ്യാസ പദ്ധതികൾ എവിടെ നിന്നാണ് രൂപപ്പെട്ടത്? അതിന്റെ അടിസ്ഥാനം എവിടെ നിന്നായിരുന്നു വന്നത് എന്ന് നാം ആലോചിച്ചു നോക്കുമ്പോൾ ആശ്ചര്യകരമായ ചില വിചാരങ്ങളും വായനകളുമാണ് നമുക്ക് ലഭിക്കാനുള്ളത്. റോമൻ ചൂഷക ഭരണകൂടത്തിന്റെ മുദ്രാവാക്യം വിദ്യാഭ്യാസ നയരൂപീകരണം നടത്തുമ്പോൾ ഉണ്ടായിരുന്നത് ഗീവ് ദി ബ്രെഡ് ആൻഡ് സർക്കസ് ആൻഡ് ദേ വിൽ നെവർ റിവോൾട്ട്സ്. മനുഷ്യർക്ക് ആവശ്യമായ ഭക്ഷണവും അവർക്ക് വിനോദങ്ങളും നൽകുക. എന്നിട്ട് ഭക്ഷണത്തിലും വിനോദത്തിലും ജനങ്ങൾ മയങ്ങിക്കിടന്നാൽ ഒരു ഭരണകൂടത്തിന്റെയും ഒരു അധാർമിക പ്രവണതയുടെയും എതിരെ അവർ ഉയർന്നു വരികയില്ല. അതുകൊണ്ട് ചില തൽപര കക്ഷികളുടെ ആവശ്യമാണ് വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലകളെ വിനോദങ്ങളിൽ തളച്ചിടുകയും അവർ പ്രതികരണശേഷിയില്ലാത്ത ജനമായി വളർന്നു വരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. നാം ഒന്ന് കൃത്യമായി ചരിത്രം വായിച്ചു നോക്കിയാൽ മഹാനായ സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇഫ് യു വാണ്ട് ടു ഡിസ്ട്രോയ് എനി നേഷൻ വിതൗട്ട് വാർ, മേക്ക് അഡൾട്ടറി or nudity common in the young generation. നിങ്ങൾ എവിടെയെങ്കിലും യുദ്ധമില്ലാതെ ഒരു രാജ്യത്തെ തകർക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെയുള്ള യുവതയ്ക്ക് വൃത്തികേടുകളും അനാവശ്യങ്ങളും വ്യഭിചാരവും നഗ്നതയും നിങ്ങൾ വ്യാപകമാക്കി നൽകുക. എന്നാൽ ആ രാജ്യത്തെ പരാജയപ്പെടുത്താൻ നമുക്ക് യുദ്ധത്തിന്റെ ആവശ്യമില്ല. വർത്തമാനകാല കലാലയങ്ങൾ നമ്മളോട് എന്താണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? വർത്തമാനകാല വിദ്യാലയ പരിസരങ്ങളിലൂടെ നമ്മുടെ പുതിയ തലമുറ ഇത്തരം കാര്യങ്ങളെ നിരന്തരമായി അനുഭവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം പലപ്പോഴും വിദ്യാഭ്യാസ പദ്ധതികളെ രൂപപ്പെടുത്തുകയും ലോകത്ത് കലാലയങ്ങൾ നിയന്ത്രിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് കുത്തക കമ്പനികളോ മുതലാളിമാരോ ആയിരിക്കും. ജോൺ ഡി റോക്ക്ഫെല്ലർ അദ്ദേഹം അമേരിക്കയിലെ വിദ്യാഭ്യാസ നയങ്ങൾ രൂപീകരിക്കാൻ വേണ്ടി മുന്നോട്ട് വെച്ച പ്രവർത്തനങ്ങളുടെ ആമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു, ഐ ഡോണ്ട് വാണ്ട് എ നേഷൻ ഓഫ് തിങ്കേഴ്സ്, ഐ വാണ്ട് എ നേഷൻ ഓഫ് വർക്കേഴ്സ്. എനിക്ക് ആവശ്യമുള്ളത് ചിന്തിക്കുന്ന ഒരു ജനതയല്ല, ചിന്തിക്കുന്ന ഒരു രാജ്യത്തെയല്ല. എനിക്ക് ആവശ്യമുള്ളത് പണിയെടുക്കുന്ന ചില ആളുകളെയാണ്. അതുകൊണ്ട് പണിയാളുകളെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള വിദ്യാഭ്യാസ പദ്ധതിയാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത്. അതിനാവശ്യമായ കാര്യങ്ങളാണ് വിദ്യാഭ്യാസ പദ്ധതിയിൽ ഉണ്ടായിരിക്കേണ്ടത്. ദ അണ്ടർഗ്രൗണ്ട് ഹിസ്റ്ററി ഓഫ് അമേരിക്കൻ എഡ്യൂക്കേഷൻ എന്ന പുസ്തകത്തിൽ ജോൺ ടൈലർ ഗാറ്റോ എഴുതി വെച്ചതാണ്, ഈ വിദ്യാഭ്യാസ നയത്തെ ഞാൻ എതിർക്കുകയാണ്. മാതൃകാ അധ്യാപകനുള്ള അമേരിക്കയിലെ 2 വർഷത്തെ അവാർഡ് നേടിയ അധ്യാപകനാണ് അമേരിക്കൻ വിദ്യാഭ്യാസ നയത്തിന്റെ അടിവേരുകൾ എവിടെ ചെന്ന് നിൽക്കുന്നു എന്ന് എഴുതി വെച്ചത്. ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ആധുനിക വിദ്യാഭ്യാസത്തിന് മോഡലായി സ്വീകരിച്ചത് ഈ ഒരു രീതിയും ഈ ഒരു സ്ട്രക്ചറുമായിരുന്നു. അതുകൊണ്ട് തന്നെ ലോകപ്രസിദ്ധമായ വ്യത്യസ്ത യൂണിവേഴ്സിറ്റികൾ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ 2021 കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പുറത്തിറക്കിയ കലണ്ടറിൽ ഓരോ ചിത്രങ്ങളും പൂർണ്ണ നഗ്നരായ ഒരു സംഘം വിദ്യാർത്ഥികളുടേതായിരുന്നു. ഒരു സംഘം നഗ്നരായ വിദ്യാർത്ഥികളുടെ ഫോട്ടോ കൊടുത്തുകൊണ്ടാണ് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി കലണ്ടർ പ്രസിദ്ധീകരിച്ചതെങ്കിൽ അത്തരമൊരു കലാലയം മുന്നോട്ട് വെക്കുന്ന സംസ്കാരം എന്തായിരിക്കും? നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. 2019 ജനുവരി 14 യൂണിവേഴ്സിറ്റിയിൽ വളരെ പ്രസിദ്ധമായ ഒരു ചടങ്ങ് നടക്കുകയാണ്. ബ്രെക്സിറ്റ് ബില്ലിനെതിരെയുള്ള ഒരു സംഘം എക്കണോമിസ്റ്റുകളുടെ ഒരു പഠനവേദിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ വിക്ടോറിയ എൻ ബാറ്റ്മാൻ പൂർണ്ണ നഗ്നയായിട്ടായിരുന്നു വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി വന്നത്. അവർക്ക് മുന്നോട്ട് വെക്കാനുള്ള പ്രമേയം അവരുടെ നഗ്ന ശരീരത്ത് എഴുതി വെച്ചിരുന്നു. സദസ്സിലുള്ള മുഴുവൻ ആളുകളും ആ പ്രമേയത്തോട് യോജിക്കുകയും വിഷയാവതരണത്തിന് ശേഷം യുവതിയായ പൂർണ്ണ നഗ്നയായ ഗവേഷകയുടെ ശരീരത്തിൽ സൈൻ ചെയ്യുകയും വേണമെന്നായിരുന്നു ആ പരിപാടിയുടെ ക്രമീകരണം.
എങ്ങനെയുള്ള സർവകലാശാലയാണത്? സർ ഐസക് ന്യൂട്ടനും ബെർട്രൻഡ് റസ്സലും സ്റ്റീഫൻ ഹോക്കിൻസും എല്ലാം പഠിച്ച ഒരു യൂണിവേഴ്സിറ്റി പുതിയ കാലത്ത് ഏതൊരു സംസ്കാരമാണ് ലോകത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത്? അപ്പോൾ മനുഷ്യനെ മനുഷ്യേതരമായി മാറ്റിക്കൊണ്ടുപോവുകയും മൃഗീയ ഭാവങ്ങളിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആധുനിക വിദ്യാഭ്യാസ രീതികളെ മനുഷ്യത്വപരമായി നവീകരിക്കണമെന്ന് കൂടി പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഈ മനുഷ്യർക്കൊപ്പം എന്ന സഞ്ചാരം ഗമിക്കുന്നത്. പരിശുദ്ധ ഇസ്ലാം വിദ്യാഭ്യാസത്തെയും പഠനത്തെയും അക്ഷരത്തെയും ഏറ്റവും മനോഹരമായി സ്നേഹിക്കുകയും സുന്ദരമായി ആവിഷ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും അറിയുന്നത് പോലെ ലോകത്തെല്ലാ വേദഗ്രന്ഥങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വായിക്കുക എന്ന ആഹ്വാനത്തോടുകൂടി ആരംഭിച്ച ഒരു മതവേദഗ്രന്ഥത്തിന്റെ അനുയായികളാണ് മുസ്ലിങ്ങൾ. അങ്ങനെ ലോകത്തോട് ആഹ്വാനം ചെയ്ത വിശിഷ്ടമായ വേദഗ്രന്ഥവും മതഗ്രന്ഥവുമാണ് പരിശുദ്ധ ഖുർആൻ. അവിടെ വായിക്കാൻ പറയുമ്പോൾ ഒരു വിശേഷം കൂടി പറയുന്നുണ്ട്. ധാർമ്മികമായ വായനയിലൂടെയാണ് മാതൃകായോഗ്യരായ വ്യക്തികൾ ഉണ്ടായിത്തീരുക. അതുകൊണ്ട് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്റെ നാഥൻ നിന്നിൽ ചില നന്മകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ നന്മയിൽ അധിഷ്ഠിതമായ പാരായണമാണ് നിന്നിൽ ഉണ്ടായിരിക്കേണ്ടത്. എല്ലാ വായനകളും ശരിയിലേക്ക് എത്തുകയില്ല. അക്ഷരനഗരിയുടെ ആസ്ഥാന ഭൂമിയിൽ നിന്നുകൊണ്ട് നമ്മൾ പറയുമ്പോൾ അഹിംസയുടെയും അക്രമത്തിന്റെയും ആദ്യാക്ഷരം ആ എന്നാണ്. ഇതിൽ ഏതിലേക്കാണ് നമ്മൾ പോകേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള വിവേകത്തിലാണ് മനുഷ്യനിരിക്കുന്നത്. ഇന്ന് നമ്മുടെ രാജ്യത്തെ, പ്രത്യേകിച്ചും കേരള സംസ്ഥാനത്തിലെ 100% ക്രിമിനലുകളും ലിറ്ററേറ്റുകളാണ്, ഇല്ലിറ്ററേറ്റുകളല്ല, അക്ഷരാഭ്യാസമില്ലാത്തവരല്ല. നമ്മുടെ സംസ്ഥാനം പണ്ടേ 100% സാക്ഷരത നേടിയ സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് പിടിക്കപ്പെടുന്ന 100% ക്രിമിനലുകളും അടിസ്ഥാന വിദ്യാഭ്യാസമെങ്കിലും ഉള്ളവരാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് പുതിയ കാലത്ത് വിളിച്ചു പറയാനുള്ള ഏറ്റവും വലിയ മുദ്രാവാക്യം, അല്ലയോ മനുഷ്യരെ നമ്മൾ മനുഷ്യരാവുക. ഈ ഒരു പ്രതിജ്ഞ ഹൃദയഭൂമികയിലൂടെ സുൽത്താനുൽ ഉലമാ ഉസ്താദ് അവർകൾ, മുൻകാല പണ്ഡിതന്മാരുടെ വർത്തമാനകാല പതിപ്പ് ആധികാരികമായി നമ്മളോട് സംവദിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒപ്പമുള്ള മഹത്തുക്കളായ സാദാത്തുക്കൾ കേരളത്തിന്റെ വൈജ്ഞാനിക കർമ്മഭൂമികയിൽ വേറിട്ട സ്ഥാപനങ്ങളും ആശയങ്ങളും അടയാളപ്പെടുത്തിയ ബദറുസ് സാദാത്ത് സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി ഹഫിളഹുല്ലാഹു വറഅ, ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളും ആദർശ ഭൂമികയിൽ നിന്നുകൊണ്ട് അഹ്ലുസുന്നയുടെ ആദർശം കാലോചിതമായി നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്ന മൗലാന പേരോട് ഉസ്താദ് അവറുകളും നമ്മളോട് സംസാരിക്കുകയും ആശയങ്ങൾ പങ്കുവെക്കുകയും ചെയ്യും. ഉന്നതരായ ഒരു സംഘം പണ്ഡിത ശ്രേഷ്ഠന്മാരാണ് ഈ യാത്ര ഈ മലയാളത്തിന്റെ ഹൃദയഭൂമിയിലൂടെ നയിച്ചുകൊണ്ടിരിക്കുന്നത്.